കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ, കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ, കർത്താവെ, ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ്, അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. CA പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല.
ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണമെന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരും വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ടാണ് അത് വരണത്. ഇനി രസമെന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രിനെ അറിയത്തുള്ളതെന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ, യോഹന്നാൻ 2:3, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇങ്ങനെ തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞാൽ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും മനസ്സിൽ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. ചില മക്കളെയും കൊണ്ട് അമ്മമാരും തന്നെ കാണാം. അതുങ്ങളിങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞേറി ആൾക്കാരെ നിൽക്കണമെന്നറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും, കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ.
വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ എന്തിനാണ് ഉടമ്പടി എടുക്കണത്, ഞാൻ എന്തിനാണ് ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കണത്, ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്. മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷ വിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യണ വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്കും മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പേര് തോമസ് പുത്തൂർ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് വന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ 6 നിയോഗങ്ങൾ എഴുതും. ആ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയൊരു കാര്യം ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് സഫലമാക്കി തന്നു. അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ എഴുതിയ നിയോഗം, ഞാൻ ഒരു പൊതുരംഗത്ത് 10-30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതൊരു പൊതു പ്രവർത്തകൻ്റെയും മനസ്സിലുള്ളൊരാഗ്രഹമാണ് ഒരു ജനപ്രതിനിധി ആവുക എന്നത്. ഞാൻ 6ാമത്തെ നിയോഗമായിട്ട് എഴുതിയത് പൊതുരംഗത്ത് സത്യസന്ധവും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള കഴിവും അവസരവും മാതാവേ എനിക്ക് നൽകണമേ എന്നാണ് ഞാൻ ആ നിയോഗത്തിൽ എഴുതിയത്. തുടർന്ന് ഞാൻ ഉടമ്പടി കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. അന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വന്നു, വാർഡ് വിഭജനമൊക്കെ ആയിട്ട് വന്നു. ആ വന്ന സമയത്ത് എൻ്റെ വാർഡ് സ്വാഭാവികമായിട്ട് നിലവിൽ SC ജനറൽ വാർഡാണ്. സ്വാഭാവികമായിട്ട് അത് വനിതാ വാർഡ് ആകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിൽ 2 തവണ സംവരണമായ വാർഡുകൾ ജനറൽ വാർഡുകളായിട്ട് പ്രഖ്യാപിച്ചു. സാധാരണ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരമുണ്ടായത് തന്നെ ആ ഒരു പ്രഖ്യാപനമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഒരു ഇടപെടലാണ് അത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ ആ ഉടമ്പടിയിൽ എഴുതിയ 6ാമത്തെ
ആ നിയോഗം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. അമ്മ മാതാവ് അത് എനിക്ക് വേണ്ടി ഒരുക്കിയതാണ് ഉത്തരവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ കഴിഞ്ഞ ഈ ഒക്ടോബറിൽ വന്ന് എൻ്റെ ഉടമ്പടി 3ാമത് പുതുക്കുന്ന സമയത്ത് അത് ഞാൻ പ്രത്യേക നിയോഗമായി തന്നെ എഴുതി. എനിക്ക് എൻ്റെ വാർഡിൽ മത്സരിച്ച് ഒരു ജനപ്രതിനിധി എന്നെ ആക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റി. അതുപോലെ തന്നെ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ 105 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അമ്മ മാതാവ് എന്നെ വിജയിപ്പിച്ചു. ഞാൻ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ സ്ഥാനാർത്ഥി നിർണ്ണയ സമയത്തെല്ലാം ഉടമ്പടി വസ്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് യാതൊരുവിധ ടെൻഷനും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായില്ല. യാതൊരുവിധ ടെൻഷനും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ വോട്ടെടുപ്പ് ദിവസമോ അതുപോലെ തന്നെ അതിനുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല. എല്ലാം അമ്മ മാതാവ് എനിക്ക് തന്നു. ഞാൻ നാളെ 10 മണിക്ക് ജനപ്രതിനിധിയായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അതിന് മാതാവിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഞാൻ ആ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇവിടെ ഈ സന്നിധിയിൽ വന്ന് മാതാവിന് വേണ്ടി സാക്ഷ്യം പറയണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. മാതാവിന് പ്രത്യേകം നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി ആദ്യമൊക്കെ നമ്മൾ പള്ളിയിലൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത്. പിന്നീട് അത് വീടുകളിലേക്ക് മാറ്റി. ആശുപത്രിയുടെ മുൻപുകളിൽ വീടുകളിലെല്ലാം ഞാൻ കൃത്യമായി പത്രവിതരണം എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ദശാംശം നമ്മൾ കൃത്യമായിട്ട് ദശാംശം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദശാംശം നൽകും. അതുപോലെ ഞാൻ പള്ളിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കേന്ദ്ര സമിതി ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പള്ളിയുടെ പ്രതിനിധി യോഗം സെക്രട്ടറി ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുന്നു, പ്രവർത്തിക്കുന്നു. കുമ്പസാരം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാനയ്ക്ക് പോകും. ഉടമ്പടി എടുത്തത് മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്. കുമ്പസാരവും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. എല്ലാം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. എല്ലാറ്റിനും അമ്മ മാതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 20:4. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ ദൈവം നമ്മൾക്ക് അനുഗ്രഹം നൽകുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പദ്ധതികളും ഫലം കാണും എന്നൊരു സാക്ഷ്യമാണ് തോമസ് പുത്തൂർ എന്ന സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്തത്. വിജയം മനുഷ്യശക്തിയിലല്ല, ദൈവാനുഗ്രഹത്തിലാണ്. ഈ സഹോദരൻ ഇന്ന് പറഞ്ഞതുപോലെ ഉടമ്പടി ജീവിതം അസാധ്യമായ കാര്യങ്ങൾ പലതും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഉടമ്പടി മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ഓരോ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൻ്റെ ഒരാഗ്രഹം കഴിഞ്ഞ വർഷം നവംബറിൽ ഉടമ്പടിയിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് ഈ സഹോദരൻ എഴുതിയിരുന്നത്. പിന്നീടാണ് ഈശോയും അമ്മയും ഒരു സിഗ്നൽ കൊടുത്തത് വാർഡ് വിഭജനത്തിൻ്റെ സമയത്ത്. പിന്നെ അവിടെ നിന്നാണ് ഒരു പോസിറ്റീവ് ഫീലിംഗ് തുടങ്ങി. വീണ്ടും അതിനോട് തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് അമ്മ ഒരു അനുഗ്രഹം കൊടുത്തത്. ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് ഈ മകന് ചെയ്തു കൊടുത്തത്. തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ഭയമില്ലാതെ മുന്നോട്ട് പോകുവാനും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് ഈ സഹോദരൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ഭയവും എല്ലാം നീങ്ങിപ്പോകും. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയും അമ്മയും നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മെ ശരിയായ വഴിയിൽ നയിക്കുവാനായി ഉടമ്പടി ജീവിതം നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകന്
ലഭിച്ച ഈ വലിയൊരു അനുഗ്രഹമാണ് ഏതൊരു വ്യക്തിയും ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു ആഗ്രഹമാണ് ഒരു ജനപ്രതിനിധിയാവുക എന്നത്. ആ അനുഗ്രഹമാണ് ഈശോയും അമ്മയും നിറവേറ്റി കൊടുത്തത്. നാളെ ഈ മകന് പ്രതിജ്ഞ ചെയ്യുവാനായിട്ട് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ഈശോയും അമ്മയും കൂടെ പോകട്ടെ എന്നും ഈ മകൻ്റെ എല്ലാ പദ്ധതികളിലും ഈശോയും അമ്മയും കൂടെ നടന്ന് മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഈ ജനപ്രതിനിധിയാവുക മെമ്പറാവുക എന്ന ഈ അനുഗ്രഹം ലഭിച്ച ഈ മകന് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇതുപോലെ നിർത്തി സാക്ഷ്യം പറയിച്ചതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചിഞ്ചു, ഇതെൻ്റെ അമ്മ ബിന്ദു, എൻ്റെ ഹസ്ബൻഡാണ് അജിൻ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കല്യാണത്തിന് ശേഷം 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് നടത്തിയതിൽ ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു, കൗണ്ട് തീരെ ഇല്ലായിരുന്നു. ഞങ്ങൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം അലോപ്പതി മരുന്നുകൾ കഴിച്ചു തുടങ്ങി. 3 മാസക്കാലം കണ്ടിന്യൂസ് കഴിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, കൗണ്ട് കൂടുന്നേ ഇല്ലായിരുന്നു. അലോപ്പതി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് ആയുർവേദം ട്രൈ ചെയ്തു. ആയുർവേദം മരുന്നും ഇതുപോലെ തന്നെ 3-4 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൗണ്ട് 0 കൗണ്ടായിരുന്നത് ഒന്നുപോലുമായി കൂടി വന്നിട്ടില്ലായിരുന്നു. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എൻ്റെ അമ്മ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയാണ് ആദ്യം കൃപാസനത്തെ പറ്റി പറയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരുന്നുകൾ വർക്ക് ചെയ്യുമെന്നും മരുന്നുകൾ കഴിക്കുന്നത് വഴി കുഞ്ഞുണ്ടാവുമെന്നും വിചാരിച്ച് അന്നേരം കൃപാസനത്തിൽ വരികയും ചെയ്തില്ല, ഉടമ്പടി എടുത്തതുമില്ല. എന്നാൽ മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലെന്നുള്ളത് കണ്ടപ്പോൾ മരുന്നുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി 90 ദിവസം ആകുന്നതിന് മുമ്പേ പ്രഗ്നൻ്റായി. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടിരുന്നു. അകത്തും പുറത്തും ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ സ്കാനിങ്ങിലും ഫൈബ്രോയിഡ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈബ്രോയിഡ്സ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡെലിവറി സമയത്ത് ഒരു ഫൈബ്രോയിഡ് നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗർഭാശയത്തിൻ്റെ വായുഭാഗത്ത് കുഞ്ഞിറങ്ങി വരുന്ന വഴിയിലായിരുന്നു. അതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് സാധ്യതയും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ആ വലിപ്പം ഉണ്ടായിരുന്ന മുഴ നീക്കം ചെയ്യുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 16 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കുഞ്ഞിൻ്റെ പേര് ഇവാൻ എന്നാണ്. പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ഇവാൻ എന്നുള്ള പേരാണ് കുഞ്ഞിനെ ഞങ്ങൾ നൽകിയിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് 27 വർഷത്തോളം ഞാൻ 30 വർഷം കാത്തിരുന്നു. എൻ്റെ വീട് 30 വർഷം പഴക്കമുണ്ട്. എൻ്റെ വീടിന് 27 രൂപ കൊണ്ട് പഞ്ചായത്തിൻ്റെ ലോണ് 27 രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് എൻ്റേത്. 30 വർഷത്തോളം ഞാൻ കാത്തിരുന്നു ആ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. എല്ലാവരും വന്ന് മെമ്പറായി കഴിയുമ്പോൾ എല്ലാവരും വന്ന് കയറി ഇറങ്ങി പോകും. എൻ്റെ വീടിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചിതലരിച്ച് ജീർണിച്ച് താഴെ വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ 3 പെൺകുഞ്ഞുങ്ങളുമായി എൻ്റെ വീട്ടിനകത്ത് താമസിച്ചിരുന്നു. കുടയോടെയാണ് എൻ്റെ വീട്ടിനകത്ത് ഞാൻ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വീടിൻ്റെ പുനരുദ്ധാരണം ഞാൻ എഴുതി അമ്മ മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു, ബിന്ദുവിന് വീടിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് സാക്ഷിയായി കിടക്കുകയാണ്, ചെയ്യുന്നുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ എനിക്ക് നിർവാഹം ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ മുണ്ടക്കയത്തിന് പോകാനായിട്ട് വണ്ടിയെ കയറാനായിട്ട് റോഡിൽ കയറി നിൽക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിച്ചൊരു വണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിർത്തി. അപ്പോൾ ഞാൻ ഓർത്തു എന്നെ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനായിരിക്കും നിർത്തിയെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് ചാടി കയറാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനല്ല, വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, ബിന്ദു വയ്ക്കുന്നില്ലെങ്കിൽ അടുത്തയാളിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പറയാൻ ഒരു മാർഗവുമില്ല, ഞാൻ മുണ്ടക്കയത്തിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വൈകിട്ട് വിളിച്ച് പറയാം, നിവൃത്തിയില്ലെങ്കിൽ ഞാൻ വെക്കുന്നില്ല, അടുത്തയാളിന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയാമെന്ന് കരുതി ഞാൻ ബാങ്കിൽ എൻ്റെ ചെറിയ പണയത്തിന് പലിശ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ചീട്ട് കാണിച്ചപ്പോൾ എന്നോട് പണയത്തിലിരിക്കുന്ന ആൾ പറഞ്ഞു, ചേച്ചിക്ക് ഇതിനകത്തുനിന്ന് ഒരു 60,000 രൂപ കൂടി അങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, ഇത് കിട്ടിയാൽ എൻ്റെ വീട് പുനരുദ്ധാരണം ചെയ്യാൻ പറ്റും.
ഞാൻ അതും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. മെമ്പറോട് വിളിച്ചു പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച എൻ്റെ നിയോഗം ഓരോന്നായി എനിക്ക് സാക്ഷാത്കരിക്കാൻ തുടങ്ങിയതായി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കുളിര് കോരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇന്നെൻ്റെ വീട് പൂർണ്ണമായും സ്വർഗമായി മാറി. ഇന്നെൻ്റെ വീടിൻ്റെ ശോചനാവസ്ഥയെല്ലാം മാറി. എൻ്റെ വീടിന് പുനർജന്മം നൽകി. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി, കരച്ചിലായി, ബഹളമായി, എല്ലാം ഒരു നിയോഗം പോലെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. 3 പെൺകുഞ്ഞുങ്ങളുടെ മാതാവായി എന്നെ നാട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് വലിയ ആരോഗ്യമോ വലിയ കഴിവോ ഒന്നുമില്ല. അങ്ങാർക്ക് കിട്ടുന്ന തുച്ഛമായൊരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിരുന്നതും. ഞാൻ കൂലിവേലയ്ക്ക് പോകും. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളോടെയാണ് ഞാൻ ഈ സാക്ഷി ഇന്ന് ഇവിടെ നിന്ന് ഈ മാതാവിൻ്റെ ആൾത്താരിൽ നിന്ന് എന്നെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനുമാണ്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി സ്തുതികളും സ്തോത്രങ്ങളും ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്ന പത്രം എല്ലാ വീടുകളിലൂടെയും കയറി ഇറങ്ങി ആശുപത്രികളിലുമെല്ലാം ഞങ്ങൾ കൊടുത്ത് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പറയുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വരുന്നത് കാണുമായിരുന്നു. ഡെയിലി ഇവരുടെ പ്രാർത്ഥന കൂടുമായിരുന്നു. പത്രങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ ആശുപത്രികളിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. വീടുകൾ കയറി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46 1-ാം വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയം. ദുഃഖങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ അഭയം പ്രാപിക്കാവുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ ഈ ആലയം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കരയുന്ന ഓരോ മക്കളുടെയും കരച്ചിൽ അമ്മ കേൾക്കാതിരുന്നിട്ടില്ല. എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും ദൈവമാണ് നമ്മുടെ ശക്തി. നമ്മുടെ മെറിറ്റ് മതിയാകാതെ വരുമ്പോൾ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് ഉള്ള ഒരു ദൈവാനുഭവമാണ് ഉടമ്പടി ജീവിതം. ചിഞ്ചു മോളിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു വലിയ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത്. 2 വർഷം കുട്ടികളില്ലായിരുന്നു. പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. കൗണ്ട് കുറവായിരുന്നു. ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. അലോപ്പതിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തു. പിന്നീടാണ് അമ്മ പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴും അവർ മരുന്നുമായി മുന്നോട്ട് പോയി. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് നമ്മുടെ മെറിറ്റിൽ ഇനി സാധിക്കില്ല, ഇനി ദൈവകൃപയിൽ ആശ്രയിക്കാമെന്ന്. ഇവിടെ വന്നു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ 90 ദിവസം തികയ്ക്കുന്നതിന് മുൻപ് തന്നെ ഈ മകൾ പ്രഗ്നൻ്റായി. 2 വർഷത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ്, മരുന്നുകൾ ഫലമില്ലാന്നും പറഞ്ഞതിന് ശേഷമാണ് ഈ മകൾക്ക് ദൈവത്തിൻ്റെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം ലഭിച്ചത്. ഫൈബ്രോയിഡ് ആയിരുന്നിട്ടും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇവർക്ക് സാധിച്ചു. മകന് നൽകിയ പേരും ദൈവത്തിൻ്റെ ദാനമെന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഐവാൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രം പറ്റാവുന്ന ഒരു കാര്യമാണ്. ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. അമ്മയാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനും ഒരമ്മ നമ്മുടെ കൂടെയുണ്ട്. 27 വർഷം ചോർന്നൊലിഞ്ഞ ഒരു വീടായിരുന്നു ഈ മകളുടേത്. ഉടമ്പടി എടുത്ത ഉടനെ വളരെ പെട്ടെന്നാണ് ഒരു മാറ്റം ഈശോയും അമ്മയും അവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വീട് നൽകി അവരെ അനുഗ്രഹിച്ചത്. ആ മകൾ പറഞ്ഞതുപോലെ കൃപാസനത്തിലെ അമ്മയുടെ പടം വെച്ച ഒരു വണ്ടിയാണ് യാദൃശ്യമായി കണ്ടത്. എല്ലാം ഒരു ദൈവനിമിത്തമാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഓരോ നിമിഷവും നമുക്കറിയാത്ത രീതിയിൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അവരുടെ സാന്നിധ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചപ്പോഴും
എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ മക്കൾ ഒന്നിച്ചു ചേർന്നാണ്, അമ്മയും മക്കളും മരുമകനും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്ന് ഒരു കുടുംബത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ചെയ്തത്. ആത്മീയമായിട്ടും അവർക്ക് വളരെ വളർച്ചയുണ്ടായി. ദൈവത്തെ അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ്. നമുക്കും ഈശോയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ആത്മാർത്ഥമായി മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കടന്നു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ചിഞ്ചുമോൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും എനിക്ക് 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പല അസുഖങ്ങളോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ കയ്യിൽ ലിഗമെൻ്റ് വേദന കാരണം ഞാൻ കിടത്ത് കയ്യിൽ ബെൽറ്റ് ഇട്ടിരുന്നു. 1 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിറ്റേന്ന് ഞാൻ ഫോണിൽ ഇത് പിടിച്ചിട്ടത് നോക്കി ഞാൻ സാക്ഷ്യവും കേട്ടു. അപ്പോൾ ഒരാളുടെ ഇത് സാക്ഷി പറയുന്നു, തൈലം തേച്ചു അസുഖം മാറി എന്നു. ഞാനത് തൈലമെടുത്തു, എൻ്റെ കയ്യിലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പിറ്റേന്ന് എൻ്റെ കൈയുടെ വേദന മാറുകയും എൻ്റെ കൈയുടെ ബെൽറ്റ് ഞാൻ മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ബെൽറ്റ് ഇടേണ്ടി വന്നില്ല. എൻ്റെ അമ്മ എന്നെ പൂർണ്ണ സൗഖ്യം തന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്നു സാക്ഷ്യം പറയുന്നു. അവർ വിദേശത്തായിരുന്നു. അവർക്ക് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ്റ്, ബെൽറ്റ് ഇട്ടും കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നെന്ന് കരഞ്ഞു, അമ്മേ എൻ്റെ നടുവിനും ബെൽറ്റ് ഇട്ടേക്കുകയാണ്. ഞാൻ കൂലിപ്പണി മേശൻ പണിക്ക് പോയി ആണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ബെൽറ്റ് എനിക്ക് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. ഞാൻ 10 വർഷം കൊണ്ട് എൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ടേക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയി, ബെൽറ്റ് എടുത്ത് കെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ ആ ബെൽറ്റ് ഊരി മാറ്റി. അപ്പോൾ ഞാൻ ബെൽറ്റിടാതെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വേദനയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഈ ബെൽറ്റ് നീ കെട്ടണ്ട, ഊരി മാറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് വരെയും ആ ബെൽറ്റ് ധരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് ഇടത്ത് വശം തലയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചെവി പഴുക്കുമായിരുന്നു. പഴുപ്പുകയും ഡോക്ടറെ കാണിക്കുക, എൻ്റെ കുട്ടിക്കാലം മുതലേ കാണിക്കും. ഇപ്പോഴും ഞാനത് ചികിത്സയിലായിരുന്നു. അങ്ങനെ എനിക്ക് പേപ്പർ കണ്ടാൽ ഞാൻ ചെവിയിലിട്ട് കറക്കുകയും ഒരു ബസ്സിൽ കയറി ആ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ ആ പേപ്പർ ചുരുട്ടി ചെവിയിൽ വെച്ച് കറക്കും. അപ്പോഴെനിക്കത് ചെവിയിലിടാതെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, ഞാനിട്ട് കറക്കും. അപ്പോഴെനിക്ക് കഴിഞ്ഞ കോവിഡ് സമയത്തും ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പറ്റില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ വളർത്തണം. അപ്പോൾ ഞാൻ മരുന്നിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ എനിക്ക് വേദന കൂടി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് പറ്റില്ല, പെട്ടെന്ന് തന്നെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഡോക്ടർ മരുന്നെല്ലാം എഴുതി തന്നു, ചെവിയിൽ ഒഴുക്കാൻ മരുന്നും തന്നു. ഞാൻ അതും കൊണ്ടുവന്നു. വീട്ടിൽ വന്നു എൻ്റെ തൈലം എടുത്തു, ഞാൻ ചെവിയിൽ ഒഴിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ചെവിയിൽ രാത്രി തൈലം ഒഴിച്ച്, ഞാൻ മരുന്നൊഴിച്ചില്ല, ഒഴിക്കാതെ ഞാൻ കിടന്നു. പിറ്റേന്ന് എൻ്റെ ചെവിയിൽ എനിക്ക് നല്ല ഒരു സൗഖ്യം. എനിക്ക് കേൾവിയും കുറവായിരുന്നു. ആ ചെവി എന്നെ തുറന്ന് പ്രവർത്തിക്കുകയും എനിക്ക് ആ ചെവി അതിന് ശേഷം ഇന്ന് വരെയും ചെവി പഴുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി ആ പേപ്പർ ചെവിയിൽ വെക്കരുത് എന്ന്. ഞാൻ ആ പേപ്പർ പിന്നെ ഞാൻ ചെവിയിൽ എടുക്കാൻ വെക്കുമ്പോൾ അമ്മ എന്നെ തടയും. ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, അമ്മ ഇനി ഞാൻ ആ പേപ്പർ ചെവിയിൽ വെക്കില്ല എന്ന്. അങ്ങനെ എൻ്റെ ചെവി ഇന്ന് വരെയും ഞാൻ മരുന്ന് കഴിച്ചിട്ടുമില്ല. എൻ്റെ പൂർണ്ണ സൗഖ്യവും എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ നാലാമത്തെ സാക്ഷ്യം, എനിക്ക് അരിയസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ ബുദ്ധിമുട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് എല്ലാവരും പോലെ എല്ലാ ആഹാരവും കഴിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ മരുന്നും കഴിക്കുക, ആശുപത്രിയിൽ പോവും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ എനിക്ക് മാറ്റി പൂർണ്ണ ഇന്ന് ഒന്നിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. എല്ലാ ആപത്തും മാറി.
അത് കഴിഞ്ഞ് എനിക്ക് വീട് സ്വന്തമായിട്ടില്ല. ഞാൻ വാടകയ്ക്ക് 5 വർഷം കൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടക്കുന്ന വീട് ചോർച്ചയും ഇത് പിന്നെ ഒരു തുണി തറയെ വീണ അത് കഴുകി എനിക്ക് കിടക്കാൻ പറ്റൂ. അത്ര ഒരു വീടായിരുന്നു, നല്ല വീടല്ലായിരുന്നു. വാടകയ്ക്ക് പാമ്പ് വരക്കവും, മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, വെള്ളം മഴ കുട പൊരിച്ച് നമുക്ക് വഴിയെ നടക്കാൻ പറ്റില്ല, വഴി പോലും ഇല്ലായിരുന്നു ഞാൻ 5 വർഷം കൊണ്ട്. അപ്പോഴും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പലയിടത്തും പോയി വീട് കാണും, ബ്രോക്കർക്ക് ഫീസ് കൊടുക്കണം, അങ്ങനെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ പൈസ കൂടുതൽ. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു വീട് അമ്മ തന്നെ ശരിയാക്കി തരണം. ഈ തിരി പച്ചത്തിരിയും നീലത്തിരിയും കത്തി തീരുമ്പോൾ തന്നെ എനിക്കൊരു വീട്, നല്ലൊരു വീട് അമ്മ വാടകയ്ക്ക് തരണം. പക്ഷേ എനിക്ക് അമ്മ തന്നു ഒരു 2 നില കെട്ടം. ഞാൻ ആ വീട്ടിൽ പണിക്ക് നിന്ന് ഒരു 5 വർഷം പോലും തികഞ്ഞില്ല. ആ വീട് വെച്ചിട്ട് അവർ പൂട്ടിയിട്ടിരുന്നു, ആർക്കും കൊടുക്കാതെ. ഞാൻ ചോദിച്ചു, അങ്ങനെ എനിക്കത് ആ വീട് എനിക്ക് തന്നു. അമ്മയ്ക്ക് ഇത്രയും തന്ന 1000 നന്ദി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അമ്മ കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതുവരെ അമ്മേ എനിക്കും അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു, ഭയങ്കര സുഗന്ധം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല, അത്ര ഭയങ്കര സുഗന്ധം ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എന്നും രാത്രി കിടക്കുന്നുറങ്ങുമ്പോൾ വായിന്ന് ബ്ലഡ് വരും. എങ്ങനെ പല്ല് നാക്കിൽ കൊണ്ട് ഞാനൊരു സാക്ഷ്യം കേട്ട് അതിൽ അവരെ കുറിച്ച് പറയുന്നു, അവർക്ക് ഇങ്ങനെ പല്ലിന്ന് ബ്ലഡ് വരും, അവരെ അത് തൈലം തേച്ച് അത് മാറിയെന്ന്. ഞാനും അങ്ങനെ എൻ്റെ നാക്കകത്ത് ഞാൻ തൈലം തേച്ചു. പിറ്റേന്ന് എൻ്റെ ആ പല്ല് പകുതി ഒടിഞ്ഞു പോവുകയും അതിന് ശേഷം എൻ്റെ വാക്കത്തുനിന്ന് ബ്ലഡ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. രക്ഷാപ്രവർത്തനം ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ എണീക്കും. എഴുന്നേറ്റ് ഞാൻ ബൈബിള് വായിക്കും, അച്ഛൻ്റെ ടോപ്പിക്ക് കേൾക്കും, പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും, പിന്നെ ജപമാല ചൊല്ലും. പിന്നെ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് കാര്യവും നടക്കും. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അമ്മേ, ഒരുപാട് പേര് അമ്മ അറിയുന്നില്ല, അമ്മ അറിയണം ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പലർക്കും അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ അവർ ഓരോരുത്തരുടെ അസുഖം മാറ്റണമേ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കാര്യം ഞാൻ അവസാനമേ പറയൂ. ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആരെൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് 1 രൂപ കൊടുക്കാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കും. അതിനിരട്ടി എനിക്ക് അമ്മ തിരിച്ചു തരികയും ചെയ്യും. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി മുന്നോട്ട് ഞാൻ ഉടമ്പടി തന്നെ ഞാൻ പോവുകയും ചെയ്യും. 1000 നന്ദി പറയുന്നു. മകൾ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. രോഗമുക്തിക്ക് വിശ്വാസം ശക്തമായ ഒരായുധമാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. നമുക്കറിയാം, ബൈബിളിൽ 12 വർഷമായി രക്തസ്രാവം എന്ന രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നു. യേശു സുഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടതുകൊണ്ടല്ല, മറിച്ച് യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത്. സുനിത എസ് എന്ന മകൾ പറഞ്ഞ സാക്ഷ്യത്തിലും വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾ ഉടമ്പടിയിൽ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് 1 വർഷം നീണ്ടു നിന്ന മോളുടെ കൈയുടെ ലെഗമെൻ്റ് അസുഖം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യപ്പെട്ട കാര്യം. അതും ഒരു സാക്ഷ്യം കേട്ട് ആ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഈ മകളും അതുപോലെ തന്നെ ചെയ്തത്. 10 വർഷം നീണ്ടു നിന്ന നടുവേദന ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് വേറൊരു പ്രാവശ്യം ആ ബെൽറ്റ് മാറ്റി ഈശോ ഇവിടുന്ന് കൊടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്കറിയാം, ചെവിയിലുണ്ടായിരുന്ന പഴുപ്പ് ചെറുപ്പകാലം മുതലുണ്ടായിരുന്നായിരുന്നു. ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. വളരെ ഒരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമാണ്. പിന്നീട് ഈ മകൾ ഇവിടെ വന്ന് പറഞ്ഞത്, തൈലം ഒഴിച്ച് മരുന്നൊഴിച്ചില്ല, ഓപ്പറേഷൻ പോലും പറഞ്ഞതാണ്, ഓപ്പറേഷൻ നടത്തിയില്ല. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈശോ അതിൽ നിന്നും ഈ മോൾക്ക് സൗഖ്യം നൽകി. പിന്നെ പറഞ്ഞത് അരീസിൻ്റെ അസുഖവും
എല്ലാ അസുഖങ്ങളും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. 5 വർഷം നീണ്ടു നിന്ന വാടക വീട്ടിലെ ജീവിതം. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പച്ചത്തിരി തീരുന്നതിന് മുമ്പ് അമ്മ എനിക്കൊരു വീട് നൽകി അനുഗ്രഹിക്കണേ എന്ന്. ഇത് വേറൊരു സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. പച്ചത്തിരി തീരുന്നതിന് മുൻപ്. അതുപോലെ തന്നെ ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ ഈശോയും അമ്മയും ആ കാര്യവും ചെയ്തു കൊടുത്തു. പിന്നീട് വേണ്ടത്, ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അമ്മ കൂടെ ഉണ്ടെന്നുള്ള നമുക്കുള്ള ഒരു വലിയൊരു കാര്യമാണ്. പലരും പല സാക്ഷ്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു സുഗന്ധം. ആ സുഗന്ധം നമുക്ക് എത്ര പറഞ്ഞാലും എക്സ്പ്ലെയിൻ ചെയ്യാത്ത, വാക്കുകളിൽ ഒതുങ്ങാത്ത ഒരനുഭവമാണ് ഈ സുഗന്ധാഭിഷേകം. ഒരു പൂവിൻ്റെ ഒരു വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ്. അത് വാക്കുകൾ വി കാണ്ട് എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. അത് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ്. അത് നമ്മൾ ആസ്വദിച്ച് ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി, അത് അറിഞ്ഞവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു വലിയൊരു അനുഭവമാണ്. അമ്മ കൂടിയുണ്ടെന്നുള്ള ഒരു അനുഭവം. ഈ മകൾക്ക് ആ അനുഭവം കിട്ടി. അത് ഒരു വലിയൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അമ്മ ഒരുപാട് പേർക്ക്, ഈ മകള് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരുപാട് പേര് അമ്മയെ അറിഞ്ഞിട്ടില്ല, അവരും ഇനി അറിയണം. ഈ മകൾ അറിഞ്ഞതുപോലെ ഈ മകൾക്കും മറ്റുള്ളവരോടും അമ്മയെപ്പറ്റി അറിയിക്കാനുള്ള ഒരു വലിയൊരു തീഷ്ണതയാണ് ഈ മകൾക്കുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ ഈ അമ്മയെപ്പറ്റി, ഈശോയെപ്പറ്റി അറിയിക്കാനുമുള്ള ഒരു തീഷ്ണത, ആ സ്നേഹം, അതാണ് ഉടമ്പടിയിൽ ഈ മകൾക്ക് ലഭിച്ചത്. ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഈ മകൾ ഇപ്പോഴും ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും പലപ്പോഴും നമ്മൾക്കും മനസ്സിലാകട്ടെ, നമ്മളും അറിയട്ടെ, നമുക്ക് ബോധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾ പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവരെ കൂടുതൽ ഈശോയുടെ സ്നേഹം അറിയിക്കാൻ നമ്മളൊരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. രോഗം വരുമ്പോൾ ഉദാസീനരാകാതെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: മകനെ, രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ പിതാവാണ്, സൗഖ്യം തരുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം. പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകളുടെ ജീവിതത്തിൽ കഴിഞ്ഞു നൽകിയ സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.